Hi everybody, I am Aisha, so welcome back to my channel. Today is a busy day. Today my vlog is about a usual Monday. ഇങ്ങനെയാണ് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഉണ്ടാവാറുള്ളത്. അങ്ങനെ എൻ്റെ ബെഡെല്ലാം മേക്ക് ചെയ്തതിന് ശേഷം ഞാൻ XZ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉപയോഗിക്കലുണ്ട്. I would like to introduce XZ app, which is very easy to use to customize your own clothes. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്ത് ഡ്രസ്സ് ഇടുന്നു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഔട്ട്ഫിറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാ ഐറ്റംസും ആദ്യം ഈ ആപ്പിൽ ആഡ് ചെയ്യണം. ഇതൊരു കളക്ഷൻ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ നമ്മൾക്ക് ഏത് കളറ് ഷോളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്പിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലോസറ്റൊന്നും മെസ്സി ആവുന്നത് ഇഷ്ടമല്ല. ഈ ആപ്പ് ഉപയോഗിച്ചതിന് ശേഷം എനിക്കെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ബാഗെല്ലാം ഞാൻ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലൊരു കമൻറ്റ് കണ്ടു എൻ്റെ ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ട്. ഹോം ടൂർ കാണിക്കാൻ മാത്രമൊന്നും ഈ ഹോമില്ല. ഇതൊരു സ്റ്റുഡൻറ്റ് വേഗയാണ്. ഇവിടെ 6 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആൻഡ് ഇത് കിച്ചണാണ്. ഇനി എനിക്ക് എൻ്റെ ടിഫിൻ പാക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി രാത്രി നൂഡിൽസ് ഉണ്ടാക്കി വെക്കലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെക്കലുണ്ട്. സോ ഈസി ഫോർ മീ ടു പാക്ക് ആൻഡ് ഗോ. നിങ്ങളൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ മീൽ പ്രിപ്പറേഷൻ എല്ലാം ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിവിടെ എലോൺ ആയിരിക്കും. സോ വർക്കും കോളേജും എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഹാർഡാണ്. സോ ഓൾറെഡി ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴും കുറച്ച് അധികം കൂടുതൽ ഉണ്ടാക്കി വെക്കും. കാരണം ഞാനിനി ഈവനിങ്ങാണ് ഇവിടെ വരൂ. രാവിലെ 7 o'clock പോയാൽ ഒരു 7:30 എല്ലാം ആകുമ്പോൾ ഒന്ന് തിരിച്ച് വീട്ടിലെത്താം. സോ ഇതാണ് നമ്മളെ റൂംസ്. ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പേടിയാവാൻ തുടങ്ങും. കാരണം ഒരു മാസം എവിടെയെങ്കിലും പെട്ടുപോയാലും ജീവിക്കാനുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ ബാഗിലുണ്ടാവും. പിന്നെ ഇതൊരു ഫ്ലാസ്കാണ്. കാരണം എനിക്ക് കോഫി കുടിക്കാൻ ഇപ്പോൾ ഇഷ്ടമാണ്. സോ ഐ പാക്ക് മൈ ഫ്ലാസ്ക് ഓൾസോ. ഇതെൻ്റെ അസ്തറ്റിക് അല്ലാത്ത നട്ട്സാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ബനാനയും ഒരു ആപ്പിളും 4 ആൽമണ്ടും 2 ഡേറ്റ്സും ആണ് കഴിക്കാറുള്ളത്. ഈ ആപ്പിൽ വെതർ ഫോർകാസ്റ്റ് ചെയ്യും. അപ്പോൾ ജർമ്മനിയിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം സണ്ണി ഡേ ആണെങ്കിൽ സ്വെറ്ററും ഇതൊന്നും ഇട്ട് പുറത്തിറങ്ങണ്ട എന്നുള്ളത് ഈ ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇതൊരു ഡിജിറ്റൽ ക്ലോസറ്റാണ്, ലൈക്ക് ഡിജിറ്റൽ കബോർഡ്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ള കളക്ഷൻ ഈ ആപ്പിൽ കാണിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ പാർട്ട് ടൈം ജോബിനുള്ള സമയമായി. 8:20 ബസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ഈസിയാണ്. ഇവിടെ അടുത്തൊരു 5 minutes വാക്കേ ഉള്ളൂ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക്. ഞാൻ എൻ്റെ ജർമ്മൻ ലൈഫിൽ ഏറ്റവും ഉഴപ്പുന്ന കാര്യമാണ് ജർമ്മൻ പഠിക്കുക എന്നുള്ളത്. പക്ഷേ ജർമ്മനിയിൽ ജർമ്മൻ ഇല്ലാണ്ട് ആരും വരാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ ബസ് സ്റ്റോപ്പിലും ബസ്സിൻ്റെ ടൈമിംഗ് എഴുതിയിട്ടുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാവും. ബട്ട് ബെറ്റർ ടു യൂസ് DB ഓർ ഗൂഗിൾ മാപ്പ് ഞാൻ പറയൂല. കാരണം DB ആണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ നമ്മളെ വഴി തെറ്റിക്കും. പിന്നെ ഞാൻ ഹെസനിലുള്ള സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ RMV എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഹെഡ്സെറ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ലോ ജർമ്മൻ എന്ന് പറയുന്ന പോഡ്കാസ്റ്റാണ്. ഇതൊരു ലാംഗ്വേജ് അക്വിസിഷൻ മെത്തഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ എന്നാലും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷൻ, കിൻഡൽ സബ്സ്ക്രിപ്ഷൻ, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഇതൊന്നും ഒരിക്കലും വേസ്റ്റ് അല്ല. നമ്മൾ ഒരു തരത്തിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നല്ലൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റൊട്ടീൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കുക, ജേർണൽ എഴുതുക, സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുക. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇനി പോവാൻ സമയമായി. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. ചൂസ്. This is my digital diary. ഇത് തിന്നിട്ടാണ് എനിക്ക് ക്ലാസ്സിൽ പോകാൻ.
ക്ലാസ്സിൽ ഇന്നൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ മേജർ ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിലെൻ്റെ പ്രസൻറ്റേഷൻ എന്താ വെച്ചാൽ എല്ലാം ഒരു സ്ട്രക്ചർ ആണല്ലോ, എല്ലാം ഒരു സിസ്റ്റം. ലൈക്ക് നമ്മൾ ജീവിക്കുന്നത് ഒരു സിസ്റ്റം ഉണ്ടാവും, എവറിത്തിങ്. അതേപോലെ ക്ലാസ് റൂമിലും ഒരു സിസ്റ്റം, ഒരു സ്ട്രക്ചറാണ് നമ്മൾ ലെസൺ പ്ലാൻ. നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ലെസൺ പ്ലാൻ എഴുതിയിട്ട് കൊണ്ടുപോകണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലെസൺ പ്ലാൻ എഴുതി കൊണ്ടുപോയാലും നമ്മൾ ആ സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യാണ്ട് ചില സമയത്ത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യേണ്ടി വരും. മീൻസ് ചില കുട്ടികൾ എന്തെങ്കിലും പറയുന്നു, തെറ്റ് പറയുന്നു. അപ്പോൾ നമ്മളത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്രിയേറ്റീവായി ചിന്തിച്ചിട്ട് സംസാരിക്കും. അതെങ്ങനെയാണ് വരാതെന്ന് ചുറ്റില്ല ചില ടീച്ചേഴ്സ്. അതേപോലെ എന്തെല്ലാം സർപ്രൈസസ് ആണ് ലൈഫ് നമ്മളെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ ഇരിക്കണം ക്ലാസ് റൂം. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം നാളെ ടീച്ചർ ഇതാണ് പഠിക്കാൻ പോകുന്നത്, നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം ടീച്ചർ ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ട്വിസ്റ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ ചില ഫിലിം കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഓക്കെ ഇങ്ങനെ സംഭവിക്കും, പ്രെഡിക്റ്റബിൾ ആയിരിക്കും. പക്ഷേ ചില ത്രില്ല് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ടാവില്ല. അതേപോലെ ഇരിക്കണം ഓരോ ക്ലാസ് റൂമും. ലൈക്ക് ടീച്ചർ എന്ത് ത്രില്ലാണ്, ടീച്ചർ എന്ത് ട്വിസ്റ്റാണ് കൊണ്ടുവരാന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. മറ്റേ ദേശഫ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും, പെട്ടെന്ന് ഫുൾ റൂളും മാറ്റി മറിക്കും. അത് ഭയങ്കര രസമാണ്. അപ്പോൾ അതിനാണ് സ്ട്രക്ചർ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് എൻ്റെ പ്രസൻറ്റേഷൻ. ഇത് നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പെല്ലാം ചെയ്യുന്ന സമയം ലെസൺ പ്ലാനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ടീച്ചേഴ്സ് പറയും ലൈക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ലെസൺ പ്ലാൻ അനുസരിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ പിള്ളേർ കയ്യിൽ നിൽക്കില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല ക്ലാസ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് റൂമിന് ലൈക്ക് ഒരു പ്ലാൻ വെച്ച് പോകുന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് എന്താണ് വേണ്ടതെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. കുട്ടികൾ എന്താണ് നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യണം. ചില ആൾക്കാർ ഭയങ്കര രസത്തിൽ തിന്നും, പക്ഷെ ഞാൻ തിന്നുന്നത് അപ്പം എൻ്റെ ഷിഫ്റ്റ് ഉണ്ട്. എന്ത് ചെയ്യണം, എനിക്ക് ക്ലാസ്സിൽ പോയി പഠിക്കണം. എനിക്ക് ഇന്ന് വേറൊരു പ്രസൻറ്റേഷൻ കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജീസ് റെഫറൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് പഠിച്ച പോലെ പറയുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കണമെങ്കിൽ നമ്മൾ കുറേ വേസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഭാഷ വേറൊരു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. അങ്ങനെ അല്ലാണ്ട് കുറേ മെത്തേഡ്സ് എന്താണ് ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ളത്. ഇതാണ് റെഫറൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. അപ്പം റെഫറൻഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വേസ്റ്റ് ബിൻ, അതിൻ്റെ ഇംഗ്ലീഷ് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, ഡേർട്ടി ബിൻ. അതെന്താ, അത് നമ്മൾ ഇതിനെ റെഫർ ചെയ്യും. സോ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. സോ ഇങ്ങനെ കുറേ സ്ട്രാറ്റജീസ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് എല്ലാം എന്താ വെച്ചാൽ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്ട്രാറ്റജീസ് ആണ്. അല്ലാണ്ട് അഡ്വാൻസ് ലെവലിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ ഇത് നല്ല രസമാണ്. ഞാൻ പണ്ട് കോഴ്സ് വേറെതായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ ടീച്ചിങ് എന്നെ ഇങ്ങനെ വിളിക്കുന്നു, പിന്നെ ഞാൻ ടീച്ചിങ്ങിലെത്തി. അപ്പോൾ ഈ ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിറ്ററേച്ചറും ഇപ്പോൾ ലിറ്ററേച്ചറും ടീച്ചിങ്ങുമാണ് പഠിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറേ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ ആ നോവലിലുള്ള ആൾ ക്യാരക്ടർ എന്തെല്ലാം സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്, അത് നമ്മളെ ലൈക്ക് ആ ഓപ്പോസിറ്റുള്ള ആൾ പെർസ്പെക്റ്റീവിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ കുറേ എമ്പതി, ആക്സെപ്റ്റൻസ് ഇങ്ങനത്തെ എല്ലാം നമുക്ക് ഉണ്ടാവും. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടി ലിറ്ററേച്ചറിനെ കുറിച്ചും ഇങ്ങനത്തെ പഠിക്കുന്നത് നല്ലതാണ്. മീൻസ് ബുക്ക് വായിക്കുന്നത് ഇതിൽ നല്ലതാണ്. അതിൻ്റെ പ്രൊഫസർ ഭയങ്കര അടിപൊളിയാണ്. ഈ പ്രൊഫസർ നമുക്ക് വലിയ വലിയ തിയറീസ് അല്ലോ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇതാണ് പ്രൊഫസറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ് ഫിസിക്സിന്റെ കുറേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിസിക്സിന്റെ കുറേ തിയറീസ്. പക്ഷെ ഒരു ചാനലുണ്ട് നിസ്സാരം എന്ന് പറഞ്ഞിട്ട്, അത് ഭയങ്കര റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇപ്പം തിയറി ഓഫ് റിലേറ്റീവ് തിയറി, ക്വാണ്ടം ഫിസിക്സ് ആയാലും ഭയങ്കര സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കി തരും. അതുപോലെ എൻ്റെ പ്രൊഫസർ ഭയങ്കര സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരും റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട്. അതേപോലത്തെ ഒരാളാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എന്താ ഇപ്പം എനിക്ക് ഭയങ്കര ബ്രെയിൻ ഫോഗാണ്. മേ ബി സ്ക്രോളിങ് കൂടിയിട്ടായിരിക്കും, എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് കേൾക്കും. നമ്മുടെ നാട്ടിലെല്ലാം ഒരു സിസ്റ്റം ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മീൻസ് ടീച്ചേഴ്സ് ആകുമ്പോൾ സാരി കൊടുക്കണം, അല്ലെങ്കിൽ ചുരിദാർ ഇടണം, അങ്ങനത്തെ ഒരു ഭയങ്കരമായ സിസ്റ്റംസ് അത് നമ്മുടെ പ്രത്യേകതയും കൂടിയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയുള്ള ആളും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അവരുടെ റൂൾസിനെയും റെസ്പെക്റ്റീവ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. റൂൾസ് മീൻസ് അവർ വളർന്നു വന്ന സാഹചര്യത്തിലാണ്. നല്ല ടേസ്റ്റാണ്. കോഫി ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നോട് 2-3 ഫ്രണ്ട്സ് ബൂസ്റ്റ് അയച്ചിട്ടെന്ന് ചോദിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ബൂസ്റ്റ് ഹെൽത്തിന് അത്ര നല്ലതല്ല. ബൂസ്റ്റ് കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിയുന്നത്ര അത് കുറക്കാൻ ശ്രമിക്കുക എന്നെ പറയാം. ടയർഡ് ഫേസ് ഉണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് ടച്ചപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും.
ലെറ്റ്സ് ഡു സം മേക്കപ്പ്. ഇതെൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് പെർഫ്യൂമാണ്. ഇതിൻ്റെ പേര് അർമാഫ് ക്ലബ് ഡി നോയ്. ഇതൊരു ഫ്രഞ്ച് നെയിമാണ്, സോ ദാറ്റ്സ് വൈ അങ്ങനെ. നിങ്ങൾക്ക് ഏതെങ്കിലും പെർഫ്യൂം റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ബില്ലോ. ഇതെൻ്റെ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതൊരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്, ബിക്കോസ് എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുള്ളവരെല്ലാവരും ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. ഇതെൻ്റെ കൺസീലറാണ്. എനിക്ക് ഡാർക്ക് സർക്കിൾസ് അല്ല, എനിക്ക് ഹോളോ ഐസ് ആണ്, ബിക്കോസ് അത്രയും കുഴിയിൽ പോലെയാണ് എൻ്റെ ഐസ്. സോ ഐ ഓൾവേസ് യൂസ് മൈ കളർ കറക്റ്റർ. എല്ലാവരും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ഫേസിൽ ഉപയോഗിച്ചാലും നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല. അതെൻ്റെ പ്രൈമറാണ്, പക്ഷേ എൻ്റെ പ്രൈമർ തീർന്നു പോയി. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഡൂയിങ് ലൈക്ക് എനിക്ക് എന്നെ ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പം ബ്യൂട്ടിഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബേസിക് തിങ്. റെഡ് മാർക്സ് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ കറക്റ്റർ ഉപയോഗിക്കുന്നത്. ഞാനിപ്പം യൂസ് ചെയ്തത് ഹൈലൈറ്ററാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ എപ്പോൾ ഐലൈനർ വരച്ചാലും ഐലൈനർ തെറ്റും എന്നുള്ളത്. ഒരു കണ്ണിന് വേറൊരു ഷേപ്പിലും വേറൊരു കണ്ണിന് വേറെ ഷേപ്പിലാണ് ഉണ്ടാവുക. ബട്ട് സ്റ്റിൽ ഞാൻ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് പോകാൻ സമയമായി. കുറച്ച് ബ്ലഷ് ഇടുന്നതും നല്ലതാണ്. ഇന്ന് എനിക്ക് പ്രസൻറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. 2:00 എൻ്റെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. സോ എനിക്ക് ബസ് കിട്ടൂല, അപ്പം നടക്കേണ്ടി വരും. സണ്ണി ഡേ ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ഈ ടൈം ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിൽ നല്ല തണുപ്പുള്ള സമയമാണ്. പക്ഷേ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. അപ്പം ഞാൻ നടക്കാൻ പോവുകയാണ്. ദിസ് ഇസ് മൈ ലുക്ക്. അപ്പം ഞാൻ നേരത്തെ കിൻഡലിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ കഥകൾ, നോവലെല്ലാം വായിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കോളജി, ഫിലോസഫിക്കൽ ബുക്സാണ് അധികവും വായിക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് 2026 ഒരു റീഡിങ് ഹാബിറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോൺറ ഓഫ് ബുക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വെറുതെ ഒരു നോവല് അല്ലെങ്കിൽ കഥ, കവിത ഒന്നും വായിച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്നില്ല. സോ യു ഷുഡ് നോ വാട്ട് യു ലവ് ടു റീഡ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഗിവിങ് ആണ്. ഞാൻ വിചാരിക്കലുണ്ട് നാട്ടിലാവുമ്പം ഏതെങ്കിലും ഒരു ഫ്രണ്ട് എല്ലാം പഠിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാം സ്വന്തമായിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. JLUവിൽ അപ്ലൈ ചെയ്ത് സ്റ്റുഡൻസ് ആയിട്ട് വരാനിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, JLUവിൽ 2 വെബ്സൈറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റുഡൈപ്പി, 2 ഫ്ലെക്സ് നൗ. ഫ്ലെക്സ് നൗ ആണ് കോഴ്സസ് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്റ്റുഡൈപ്പി മെറ്റീരിയൽ ആക്സസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. Types of referential strategies, which are circumulation and approximation and literal translation. So here I want to share a funny incident that happened to me, that while learning German I translate everything English to German. So when someone said Dankeschön, I said du bist willkommen. There is no word exist like that in German, but I need to convey them saying bitteschön. So it is what it is. Translation won't work sometimes, right? So language switch, we are using our native language to convey the meaning. And communicative strategies are broader in scope than referential communication. They are used to manage communication breakdowns, maintain interaction and ensure mutual understanding. Types of communicative strategies, which is simplifying the message, and there is achievement strategies, which is paraphrasing, asking for repetition, requesting the instructor to repeat what they said, asking for clarification, asking the instructor to explain something more clearly, confirmation check. Say hi. Hi. Where are you from? I'm from Russia.
Okay, then something in Russian. You can. Oh, yeah. Are you? Yeah. Yeah, sure. Say hi. Where are you from? I'm from Turkey. Okay, something in Turkish. Selam. Salam. It's Arabic also, right? Are you? Okay. Are you? Sorry, I'm Yeah. stressed. Interested? What? Yeah. Are you interested? Like say something in German, right? Oh yeah. ഇതെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവരെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. 10 years എല്ലാം. എൻ്റെ ക്ലാസ്സസ് കഴിഞ്ഞ് നമ്മളിവിടെ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം നാട്ടിലും ആ ഒരു സിസ്റ്റം തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഈവനിങ് നമുക്ക് കോഫി കുടിക്കാൻ നല്ല കഫേ ഉണ്ട്. പിന്നെ ക്യാൻറ്റീനിലാണെങ്കിൽ ഫുഡ് വളരെ ചീപ്പാണ്. ലൈക്ക് ഒരു 4 euros നല്ല ഫുഡ് കിട്ടും. ഇനി ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ അടുത്ത മിനി ജോബ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ടൈം ടു ഗോ ടു പഠിപ്പിക്കൽ. ഇനി ഞാൻ പോകുന്നത് ഹെലൻ ഡോറനിലേക്കാണ്. ഹെലൻ ഡോറനിൽ പോയിട്ട് അവിടുത്തെ കൊച്ചു കൊച്ചു കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ. ഇപ്പം തന്നെ സമയം കുറേ ആയി. പക്ഷെ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഫിനിഷ് ആവും. പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലൈക്ക് ഹോൾ ഡേയിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഹെലൻ ഡോറനിൽ പോകുന്നതാണ്. പക്ഷെ അതെപ്പോഴും ഇല്ല. മാസത്തിൽ ഒരു 4 day അല്ലെങ്കിൽ ഒരു അങ്ങനെയെല്ലാം ഉണ്ടാവും. അല്ലാണ്ട് എപ്പോഴും ഹെലൻ ഡോറനിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എക്സ്പീരിയൻസ് ആവും. നമ്മൾ ടീച്ചിങ് തന്നെ പഠിക്കുമ്പം ജർമ്മനിയിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് നല്ലൊരു ഗ്രോത്താണ്. അപ്പോൾ ലേറ്റായി. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാ. ഒരു 8 മണിയെല്ലാം ആവുമ്പം വീട്ടിലെത്തും. 8 മണി ഓർ 7:30 ആവുമ്പോൾ വീട്ടിലെത്തും. ഹെലൻ ഡോറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭയങ്കര കുട്ടികളെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയ ലെസൺ പ്ലാനും കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഹെലൻ ഡോറൻ. ഹെലൻ ഡോറൂൺ അങ്ങനെയാന്ന് അവര് പറയല്. അതേപോലത്തെ ഒരു സംഭവം എല്ലാം നമ്മളെ നാട്ടിൽ വന്നാൽ ഭയങ്കര നല്ലതായിരിക്കും. ചിലപ്പോൾ ഉണ്ടാവും ഹെലൻ ഡോറൻ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം നമ്മളെ നാട്ടിലുണ്ടാവും. ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്നത് 6 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. പിന്നെ ഇവിടെ 10 വയസ്സ് തൊട്ട് ടീനേജർ 14-16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ട്. പക്ഷെ എൻ്റെ സെന്ററിലില്ല. എൻ്റെ സെന്ററിൽ അവർ തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അറിയില്ല എപ്പോഴാണ് അവർ തുടങ്ങും. അതിനിവര് ലൈക്ക് നമ്മൾ ടീച്ചറാന്ന് വെച്ചിട്ട് അവരെ ലെസൺസ് ഒന്നും കയറി പഠിപ്പിക്കാൻ പറ്റൂല. നമ്മൾ ഓൾറെഡി അവരെ സെമിനാർസ് അറ്റൻഡ് ചെയ്യണം. ഞാൻ അവരെ 2 സെമിനാർസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെലൻ ഡോറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ മദർ ടങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യൂല. മീൻസ് ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മൾ ഒരിക്കലും അവരെ ലാംഗ്വേജ് ഉപയോഗിക്കൂല. മീൻസ് ജർമ്മൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മനിൽ അത്ര ഭയങ്കര നോളജ് ഇല്ല. എനിക്ക് ആകെ A2 ലെവൽ ജർമ്മനെ അറിയൂ. അപ്പോ ഈസി ഫോർ മീ ടു ടീച്ച്. ഞാൻ സ്റ്റിൽ ലേണിംഗ് ആണ്. അങ്ങനെ ഭയങ്കര ടീച്ചറായി എന്ന് പറയുന്ന ഇതൊന്നും പറയാനായോ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം ട്രൈങ്. പിന്നെ വേറൊരു ഹെലൻ ഡോറൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളോട് പ്ലീസ് പറഞ്ഞുകൊണ്ടിരിക്കണം. മീൻസ് ഇപ്പം നാട്ടിലെല്ലാം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴും എക്സ്പീരിയൻസ് ആക്കുമ്പോൾ എല്ലാം നമുക്ക് കുട്ടികളെ ലൈക്ക് ഒബീഡിയൻ ലൈക്ക് നല്ല രീതിയിൽ കുട്ടികൾ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ കുട്ടികളെ പാരൻസും ചിലപ്പോൾ കുട്ടികളെ കൂടെ തന്നെ ഉണ്ടാവും. സോ നമുക്ക് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറയാൻ പാടില്ല. അതാണ് ഹെലൻ ഡോറിന്റെ പ്രത്യേകത. 2 hours ആണ് എനിക്ക് ക്ലാസ് എടുക്കേണ്ടത്. ലൈക്ക് 1 hour ഒരു ക്ലാസ്, പിന്നെ 1 hour ഒരു ക്ലാസ്. ഈ 2 ക്ലാസ്സിലും ഞാൻ കുട്ടികളെപ്പരെ കളിക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെയാണ് ഇതാണ് ഗ്രാമർ ഒന്നും പഠിപ്പിക്കൂല. ജസ്റ്റ് കുട്ടികളെപ്പരം ഇംഗ്ലീഷിൽ സംസാരിച്ച് നമുക്കിനി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ അങ്ങനെ പറഞ്ഞ് കളിക്കാന്ന് ചെയ്യാം. വിച്ച് ഇസ് ഐ ഫെൽറ്റ് ഭയങ്കര റിസൾട്ട്സ് ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ
കുട്ടികളുടെ കൂടെ കളിക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം രാവിലെ ജോലി കഴിഞ്ഞ് പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹെലൻഡോറിന് പോവാ. അപ്പം ടയേർഡായിരിക്കും. പക്ഷെ എന്നാലും അവിടെ എത്തുമ്പം കുട്ടികളെല്ലാരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യും. അപ്പൊ നമുക്കങ്ങനെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. പക്ഷെ അതും കൂടി കഴിഞ്ഞാലായിരിക്കും ബെഡ് എവിടെ അങ്ങനത്തെ രീതിയിലേക്ക് ആവാം. പിന്നെ ഇവിടെ ഞാൻ വേറെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ജർമ്മനിയിലെ ട്രെയിന് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അധികവും ലേറ്റ്. ലൈക്ക് എപ്പോഴും ലേറ്റ് ആയിരിക്കും. പക്ഷെ ജർമ്മൻസ് എല്ലാം ഭയങ്കര പങ്ക്ച്വലാണ്. ജർമ്മൻസ് ഒന്നും ലേറ്റ് ആയിട്ട് എവിടെയും എത്തുന്ന ഒരു പരിപാടിയില്ല. അതിൻ്റെ അടുത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാല്, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്കിൽഫുൾ ആവും. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 25 മിനിറ്റ്സ് ട്രെയിനിൽ പോകണം ഹെലൻഡോറിന് എത്തണമെങ്കിൽ. ആ ടൈമാണ് ഞാൻ എൻ്റെ ലെസൺ പ്ലാൻസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള അടിപൊളി സിലബസ് ഉണ്ട്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാർട്ടൂൺ കാണുന്ന പോലെ തന്നെയായിരിക്കും ഇംഗ്ലീഷ് പഠിക്കുമ്പം ഇവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ ആ കാർട്ടൂണിലെ ക്യാരക്ടേഴ്സായിട്ട് ബിഹേവ് ചെയ്യണം, റോൾ പ്ലേ. ഹെലൻഡോറിൻ ടീം ഈ സിലബസിന് വേണ്ടിയിട്ടുള്ള പ്രോപ്സ് ഉണ്ടാക്കുന്നുണ്ട്, സോങ്സ് ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റോറീസ് എഴുതുന്നുണ്ട്. പിന്നെ ഈ ഹെലൻഡോറിൻ ടീം പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം കുട്ടികൾക്ക് അത്രയും ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓവർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഇത് മൾട്ടി സെൻസറി ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നേറ്റീവ് ലെവലിൽ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന പോലെയല്ല ഇംഗ്ലീഷ് പഠിക്കുക. അവരുടെ നേറ്റീവ് ലെവലിൽ അവർ ലാംഗ്വേജ് അക്വിസിഷൻ ചെയ്യും. 14ഓളം കൺട്രികളിൽ ഹെലൻഡോറിൻ സെൻറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവർ 2 സെമിനാർസ് പാസ്സായാൽ നമുക്ക് വേൾഡിലുള്ള ഏതൊരു ഹെലൻഡോറിൻ സെൻറ്ററിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ലെസൺ പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്താലും ഒരു എഫേർട്ട് എടുത്ത് ഓർമ്മിച്ച് വെക്കേണ്ടി വരും ലെസൺ പ്ലാൻ എല്ലാം. എനിക്കല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യേണ്ടി വരും എന്താണ് ഞാൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെ മസിൽ മെമ്മറി വർക്ക് ചെയ്യുന്നത് പോലെ ഇതെല്ലാം ഒരു ഫ്ലോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഫസ്റ്റത്തെ ക്ലാസ്സിൽ 3 കുട്ടികളും രണ്ടാമത്തെ ക്ലാസ്സിൽ 4 കുട്ടികളുമാണ് ഉണ്ടായത്. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റൂ. ഇവരെ പ്രോപ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ഹെക്റ്റിക് അല്ലായിരുന്നു ഇന്ന് ക്ലാസ്, കാരണം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാരും ഉണ്ടായിട്ടില്ല. ഇവരെല്ലാ പ്രോപ്സും ഭയങ്കര ക്രിയേറ്റീവും കളർഫുള്ളും ആണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഡോളുണ്ട്. പിന്നെ ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കളറിങ് ആയാലും എല്ലാത്തിനും നമ്മൾ തന്നെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. കുട്ടികൾ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ബാഗും ടെക്സ്റ്റ് ബുക്കും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കുട്ടികൾ നിലത്തിരുന്നിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ക്ലാസ് റൂം സെറ്റിംഗ് ഇല്ല. ഇതാണ് എനിക്കൊരു സെമിനാർ ഉണ്ട്. ഇനി ഇവരെ സെമിനാർസ് അറ്റൻഡ് ചെയ്താൽ കൂടുതൽ കോഴ്സസിൽ നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ ഇവർ കൂടുതൽ അവേഴ്സ് തരും. ഇപ്പം എനിക്ക് വളരെ കുറച്ച് അവേഴ്സേ ഉള്ളൂ. ഇത് ജമ്പ് വിത്ത് ജോയി ഇവരുടെ ഒരു കോഴ്സാണ്. പിന്നെ കാങ്കി, ഇതൊക്കെ ഇവരെ കോഴ്സസാണ്. ഇവരുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ടെക്സ്റ്റ് ബുക്സാണ്. അവിടെ എഴുതിയിട്ടുള്ളത് മോർ ദാൻ ആൻ ഇംഗ്ലീഷ് ക്ലാസ്, എ പാസ്പോർട്ട് ടു ദ വേൾഡ്.
അപ്പോൾ അടുത്ത കോഫി കുടിക്കാൻ സമയമായി. പിന്നെ ഇവിടുന്ന് ഞാൻ പഠിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്ങിനെ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യൂല. കാരണം സ്റ്റുഡൻസ് എല്ലാ പ്രോപ്സും നിലത്തിട്ട് കളിച്ച് വലിച്ചു വാരിയിട്ടാൽ അത് സ്റ്റുഡൻസ് തന്നെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഉണ്ടാക്കിയ മെസ്സ് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. അതിനെ ഭയങ്കര ഒരു സംഭവമാക്കി വെൽ ഡൺ, താങ്ക് യു സോ മച്ച് അങ്ങനെയുള്ള രീതിയിൽ അതിനൊരു വലിയ സംഭവമാക്കി കാണൂല. അതൊരു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരില്ല. അതൊരു ബേസിക് സംഭവമായിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ദിവസം എണീച്ച് പല്ല് തേക്കുന്നത് പോലെ അതിന് വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കൂല. ഇതെല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. ഒരാൾ മെസ്സാക്കിയാൽ ക്ലീൻ ചെയ്യേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു കാണാൻ ഏറ്റവും ഭംഗിയുള്ള കാര്യം കാർസാണ്. എല്ലാ കാസ് കാണുമ്പോൾ നമുക്കതൊന്ന് വാങ്ങിയാലോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ്. നല്ല ട്രാഫിക് ഉണ്ട്, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ എൻ്റെ വീടെത്താൻ ഇനി ഒരു 10 മിനിറ്റ്സും കൂടിയേ ഉള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് എ ബിസി ഡേ ഇസ് ബ്ലെസ് ഇഫ് യു ആർ നോട്ട് ഇൽ എന്നുള്ളത്. നമ്മൾ ബിസി ആയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട, ബോധേഡ് ആവണ്ട. പക്ഷേ ബിസി ആയിരിക്കുമ്പോൾ നമുക്ക് എന്ത് അസുഖമായാലും അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അസുഖമായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. ഇതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് ചന്ദ്രനാണ്. അയ്യോ, ഈ ഷൂസ് കണ്ട വിചാരിക്കും ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ ആകെ 6 ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി എനിക്ക് 8 മണിക്ക് ജർമ്മൻ ക്ലാസ് ഉണ്ട്. അതിനു മുമ്പ് ഒരു ഔട്ട്ഫിറ്റ് ചെക്ക്. എൻ്റെ 8 മണിക്ക് ഏമി ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് എന്നെ ജർമ്മൻ പഠിപ്പിക്കുന്നത്. ചേച്ചീനെ ഞാൻ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള സ്റ്റോറി ഭയങ്കര കോമഡിയാണ്. ഞാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഇറങ്ങി, ചേച്ചിയും ഉണ്ടായിരുന്നു. ചേച്ചിക്ക് കുറേ ബാഗും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത്രയും ലഗേജായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലേ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇനി ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു 5 hours ട്രാവൽ ചെയ്യണം, 5 or 4. അപ്പം ഞാൻ പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എൻ്റെ വീട്ടിൽ വന്നോ, എൻ്റെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അതെങ്ങനെ, കുട്ടിക്ക് എന്നെ പരിചയമില്ലല്ലോ. ഞാൻ പറഞ്ഞു പക്ഷേ എന്നാലും ചേച്ചി ഇങ്ങനെ നേഴ്സാണ് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാനൊരു ദിവസം ആരാന്ന് വരെ കറക്റ്റ് അറിയില്ല, പക്ഷെ എന്നാലും അങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പോകുന്ന ടൈം ചേച്ചി എന്നോട് പറഞ്ഞു ചേച്ചി ജർമ്മൻ പഠിപ്പിച്ച് തരാം, പ്രശ്നമൊന്നുമില്ല, ചെറിയ ഫീസിന്. ചേച്ചി നേഴ്സാണ്, പക്ഷെ ചേച്ചിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചറാണ്. ഓൾറെഡി നാട്ടിൽ ജർമ്മൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ വർക്കിന് കയറണമെങ്കിൽ ജർമ്മൻ B2 സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം. ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ C2 സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം. അപ്പം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ജർമ്മൻ പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അന്ന് രാത്രി ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പോകുമ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെ അറിയാത്ത ആളൊന്നും വീട്ടിൽ വേഗം വിളിച്ച് കയറ്റരുത് എന്നുള്ളത്. പക്ഷേ എനിക്ക് ചേച്ചിയുടെ സംസാരം കേട്ടപ്പോൾ കുറച്ചുകൂടി ജെന്യുവൻ ആണെന്ന് തോന്നി. അങ്ങനെ അതിനുശേഷം നമ്മൾ നല്ല ഫ്രണ്ട്സായി. നമ്മൾ അധികവും എല്ലാം സംസാരിക്കും, ക്ലാസ് എടുക്കും. ചേച്ചി വേറെ കുട്ടികൾക്കും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിന് താല്പര്യം, ജർമ്മൻ ക്ലാസ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെ കോമെൻ്റ് ഇട്ടാൽ മതി. ബൈ ബൈ ചേച്ചി. ബൈ ബൈ. ചൂസ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ എഴുതലാണ്. ഒരു ഇൻ്റർനാഷണൽ മാഗസിനിൽ ഞാൻ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യലുണ്ട്.
അവർ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇന്ന് പബ്ലിഷ് ചെയ്യൂ. കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ആർട്ടിക്കിൾ എഴുതുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. അപ്പം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും. ഇതെൻ്റെ 2 ആർട്ടിക്കിൾസാണ്. ഒന്ന് എബൌട്ട് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്, നമ്മൾ ശരിയാണ് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സയൻസും റിലീജിയനും റൈറ്റ് ആയിരിക്കാം, അതെങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത്. പിന്നെ ഒന്ന് തെയ്യത്തിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ്. മീൻസ് ഒരു ചെറിയ ആർട്ടിക്കിൾ അബൌട്ട് തെയ്യം എന്തുകൊണ്ടാണ് ഇപ്പോഴും റെലവൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇനി അടുത്തത് വരാൻ പോകുന്നത് അറക്കൽ ബീവിമാരെക്കുറിച്ച്, ക്വയർ തിയറി, കുറേ അപ്കമ്മിങ് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യണം. mir.com എന്ന് പറയുന്ന മാഗസീനിലാണ് എൻ്റെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് അറക്കൽ ബീവിനെ കുറിച്ച് ഞാൻ എഴുതിയ ആർട്ടിക്കിൾ. ഇനി നെക്സ്റ്റ് ഇതായിരിക്കും പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് സ്കിൻ കെയർ ചെയ്യുക, ജേണൽ എഴുതുക, നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ ട്രാക്ക് ചെയ്യുക, കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ജേണൽ എഴുതുമ്പം നമ്മൾ ഇന്ന് എന്തെല്ലാം ചെയ്തു, ഇന്നത്തെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്തെല്ലാം, നമ്മൾ വീക്ക്ലി ഗോൾ എന്തല്ല, മന്ത്ലി ഗോൾ എന്തല്ല, ഇതെല്ലാം നടക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മളിതെല്ലാം ട്രാക്ക് ചെയ്യുമ്പം നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്പിൽ നിങ്ങളെ മെൻ്റൽ ഹെൽത്തിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇത്ര നാൾ നമ്മൾ ഹാപ്പി ആയിരുന്നു, ഈ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതെല്ലാം നമുക്ക് കുറേ നമ്മളെ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. So thank you so much for watching my video and bye bye.